തെലങ്കാന കാർഷിക സർവകലാശാലയ്ക്ക് സമീപം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് യുവാവിനെ ചോരയൊലിച്ച് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. പോലീസ് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. AC ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന വസീം കഞ്ചാവ് വിതരണവും നടത്തിയിരുന്നു. കഞ്ചാവ് നൽകാമെന്ന് പറഞ്ഞ് പ്രതികളിൽ നിന്ന് 700 രൂപ മുൻകൂറായി വാങ്ങി. എന്നാൽ പറഞ്ഞ സമയത്ത് ഇത് നൽകിയില്ല. തുടർന്ന് അട്ടാപ്പൂരിലെ ഖുഷി ഫംഗ്ഷൻ ഹാളിന് സമീപത്ത് വെച്ച് വസീമിനെ പ്രതികൾ തടഞ്ഞു. ഇതോടെ വാക്തർക്കമായി. ഇത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങി. മർദ്ദനത്തിനു പിന്നാലെ വസീമിനെ ആളൊഴിഞ്ഞ മറ്റൊരിടത്തേക്ക് ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി വീണ്ടും മർദ്ദിച്ച ശേഷം മൃതപ്രായനാക്കി ഉപേക്ഷിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. അട്ടാപ്പൂർ സ്വദേശിയായ പ്രശാന്ത് എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വസീമിനെ മർദ്ദിച്ചത്. തുടർന്ന് പ്രശാന്ത് ഉൾപ്പെടെ 8 പേരെ രാജേന്ദ്രനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ കൊലപാതക കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഹൈദരാബാദ്.